മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ എങ്ങനെ മുകളിൽ കയറി? ഈ ഒരു നറുക്കെടുപ്പ് കണ്ട് എല്ലാവരും പറഞ്ഞ് പറ്റിയിരി. പറ്റിയെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം പറ്റിക്കല്. വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നു. ഈ പേപ്പറിന് അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. കാണിക്കുന്നില്ലേ? പെട്ടി പണം എനിക്കൊന്നും അറിഞ്ഞൂടാ. അതിന്റെ അടി ആ ഗ്ലാസ്മക്ക് വരെ തട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ ഏറ്റവും അടിയെന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത്. അത് വല്ലാത്ത ആഗ്രഹം തന്നെ. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ ഇങ്ങനെ അടി കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണ എടുക്കാനല്ലേ ഞാൻ നോക്കുള്ളൂ. അയ്യോടാ, തപ്പി 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 ഇത് വരാനും വല്ലതാണോ ഇങ്ങനെ തപ്പി 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 എടുക്കാൻ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. തട്ടിപ്പ് നമ്പർ 2. അതിനകത്ത് 10,000 കുറികളുണ്ട്. അന്നേരം തപ്പി 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 എടുക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. തട്ടിപ്പ് നമ്പർ 3. ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്. അവിടെ ലോന പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഈ നാസറിന്റെ കല്യാണം കഴിച്ചേ ചെതലത്തുനിന്ന്. നാസറിന്റെ മകനാടല്ലേ ചെതലത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. ഇതൊന്നും ഇതിൽ ഇയാൾക്ക് കൈയുണ്ട്. ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കുന്ന പണിയാ? അല്ല, ഓനെ ഒരു സ്വർണ്ണപ്പീടിയിലെ പണിക്കാരൻ. ഒറ്റോരുത്തർ എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. ഈ സ്റ്റോൺ വിരിക്കണ ആരാ? കട്ടപ്പണിക്കാരനാരാ? നാസറിന്റെ മകന്. അയ്യോ, എനിക്കിപ്പോ ബോധം പോവും. മഹാപാപം കിട്ടൂടാ. 1 കോടി രൂപന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും. ആ 1 കോടിയും പിരിപ്പിച്ചെടുത്ത് ആ വീട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വീതിച്ചിട്ട് എടുക്കുകയും ചെയ്ത്. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടില്ല. പുള്ളി കല്യാണം കഴിച്ചത് ഇവിടുന്നാണ്. പുള്ളിന്റെ മോന്റെ ഫ്രണ്ടാണ് ഈ സാപ്പി എന്നിങ്ങനെ ചാടിക്കളിച്ച് പറയുന്നുണ്ടില്ലായിരുന്നോ? അതിലൊക്കെ എന്തോ ഒരു ഉഡായിപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമല്ലേ? ഇല്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല. ഒരാളെ മുതല് അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കളും തിന്നിട്ടില്ല. എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറ, അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു. ഇവരോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാ വേണ്ട നിന്നോടാ. 100 വട്ടം പറഞ്ഞു സാർ. 1 വട്ടം പറഞ്ഞുള്ളൂ. 2ാമത്തെ പ്രാവശ്യം പുള്ളി സമ്മതിച്ച്. ഞാനൊരു നിശ്ചിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജെന്യൂനാണ് എന്നുള്ളത്. നട്ടാൽ മുളക്കാൻ പറയുന്നത്